എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് 18 രാഹുകേതുക്കൾ ഗ്രഹചാരം നടത്തുകയാണ്, രാശിമാറ്റം നടത്തുകയാണ്. 1.5 വർഷമാണ് രാഹുകേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ രാഹുകേതുക്കളുടെ പ്രത്യേകത, അവ തമോ ഗ്രഹങ്ങളാണ് എന്ന് മാത്രമല്ല, അവ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. ബാക്കി സപ്തഗ്രഹങ്ങളെല്ലാം മുന്നോട്ടാണ് സഞ്ചരിക്കുന്നതെന്നും അറിയുക. കർക്കിടകൻ രാശിയിൽ വരുന്നത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 8ലേക്കാണ്. 8ലാണ് രാഹു വരുന്നത്. കേതുവാകട്ടെ 2ലുമാണ്. 8ലെ രാഹുവും 2ലെ കേതുവും പൊതുവെ അനുകൂലമല്ല. എന്തെന്നാൽ 8ൽ രാഹു സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കാലയളവായിരിക്കും. 2ലെ രാഹു പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും വാക്ക് പാലിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നതിന് ഇടയാക്കുന്ന ഒരു സമയമായിരിക്കും. എങ്കിലും 8ലാണ് രാഹു നിൽക്കുന്നതെങ്കിലും മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിലേക്കുള്ളതുകൊണ്ട് രാഹുവിൻ്റെ ദോഷങ്ങൾ കാര്യമായിട്ട് ഈ രാശിക്കാരെ ബാധിക്കുന്നതല്ല. എങ്കിലും ചില മനപ്രയാസങ്ങളും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണെന്നറിയുക. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഇതര മതസ്ഥർ അവരവരുടെ വിശ്വാസപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാകുന്നതാണ്.